ഹലോ നമസ്കാരം. ഇപ്പം നമ്മുടെ ഹൗ ടു യൂസ് DeFi റെൻഡർ എന്നൊരു പ്ലേലിസ്റ്റ് തൽക്കാലം നമ്മൾ സൈഡാക്കുവാണ്. നമ്മൾ ഏതാണ്ട് ഒരുവിധം എല്ലാം കവർ ചെയ്തായിരുന്നു. ബേസിക്സ് ആയിട്ടും അല്ലാത്തതും എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ വീഡിയോ ഇൻറ്റീരിയർ വാക്ക് ത്രൂ വരെ നമ്മൾ ചെയ്തു, ഒക്കെ ചെയ്തായിരുന്നു. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ആ പ്ലേലിസ്റ്റിൽ. നമ്മളിനി തൊട്ടിപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 1-2 പ്രൊജക്ട്സ്, പേഴ്സണൽ പ്രൊജക്ട്സാണ്. ഇതൊക്കെ ഞാനൊന്ന് ഷോക്കേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ വായിച്ചിട്ടുണ്ടാകും, വൺ പീസ് എന്നൊരു ആനിമേൻ്റെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ അത് എങ്ങനെ DeFi ആയിട്ടെന്താ കണക്ഷൻ എന്ന് വെച്ചാൽ, ഞാൻ DeFiയിൽ വൺ പീസിൻ്റെ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്തായിരുന്നു. വൺ പീസ് എന്താണെന്ന് അറിയാത്തവർക്ക് അതൊരു ആനിമയാണ്, ജാപ്പനീസ് ആനിമയാണ്. ഒരു 1000-1200 എപ്പിസോഡൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ എന്നോട് പലരും, എൻ്റെ കസിൻസൊക്കെ പറഞ്ഞാണ്, വാനോ എന്നൊരു കൺട്രി ഉണ്ട് വൺ പീസിൽ. അപ്പോൾ വാനോ എന്നൊരു കൺട്രി എങ്ങനെയെങ്കിലും DeFiയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലിംഗ് സോഫ്റ്റ്വെയർ വെച്ചോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വലിയൊരു സ്ഥലമാണത്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ കുറേ നെറ്റിലൊക്കെ തപ്പി നല്ലൊരു ഫോട്ടോ എനിക്ക് കിട്ടിയത് ഇതാണ്. ഈ ഒരു ഫോട്ടോ ഇതാണ് വാനോൻ്റെ കൺട്രി. വാനോ എന്ന കൺട്രി, അതായത് നല്ലൊരു കല്ലിൻ്റെ മുകളിൽ വലിയൊരു കൊട്ടാരം, നല്ലൊരു മരമൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, ജാപ്പനീസ് ഒരു ചൈനീസ് സ്റ്റൈലാണത് മൊത്തത്തിൽ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ചൈനീസ് ആർച്ച്, ചൈനീസ് ടവർ, വലിയ കുറേ മലകൾ, അങ്ങനെ വരെ കുറേ കുഞ്ഞു വീടുകൾ, ഇങ്ങനെയൊക്കെ ആയിട്ടൊരു സ്ഥലം. ഇത് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ഞാൻ ഇങ്ങനെ എടുത്തു, ചലഞ്ചായിട്ട് എടുത്തു. എന്നിട്ട് അതെങ്ങനെ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ, DeFi റെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അസറ്റ്സിൽ മോഡലിൽ പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു 11,000 മോഡൽസ് ഉണ്ട്, 3D മോഡൽസ് ഉള്ളൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൂടെ എനിക്ക്? കുറേ മോഡൽസുകളെല്ലാം അങ്ങനെ തപ്പി എന്തൊക്കെയുണ്ട്, നമുക്ക് എന്തൊക്കെ മോഡൽസ് യൂസ് ചെയ്യാൻ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളും ഉണ്ട്. ഇമ്പോർട്ട് ഇത്രയും ഫയൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ സ്കെച്ചപ്പ്, CG ടിപ്സ് എന്നൊക്കെ പറയുന്ന സൈറ്റുകളൊക്കെ 3D മോഡൽസ് തരുന്ന സൈറ്റുകളാണ്. അപ്പോൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് മോഡലുകൾ കിട്ടും. എനിക്കതൊക്കെ കൊണ്ടുവന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്ത ഒരു സംഭവമാണിത്, വാനോ എന്ന കൺട്രി. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ലൈറ്റ് ഒന്ന് ഓണാക്കി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്ന ഈ ഓരോ വീടും ശരിക്കും കണ്ടോ, china.skp എന്ന് പറഞ്ഞ SKP ഫയൽ, അതായത് സ്കെച്ചപ്പ് മോഡലാണ്. ഞാനത് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഇതിൽ കാണുന്ന ഈ ആൾക്കാർ ഓരോന്നും അതായത് ഗ്രൂപ്പാണ്, ക്യാരക്ടർ കോംബോ എന്ന് പറഞ്ഞ് നമ്മുടെ DeFiയിൽ തന്നെയുള്ള ഫയൽസാണ്. അതായത് ഈ അസറ്റ്സിൽ പോയി മോഡൽസിൽ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ്ഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഓപ്ഷൻ ഉണ്ട്, അതിലുള്ളതാണ് ഈ ആൾക്കാർ. പിന്നെ ഈ കിളികളൊക്കെ പറക്കണം. ഞാൻ ജസ്റ്റ് ആ ഒരു സീൻ എടുക്കാൻ വേണ്ടി, അതായത് ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് കിളികളൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്ന രീതിയിൽ. ഇതിൽ കാണുന്നില്ല, ഈ ഒരു ഷോട്ടിൽ കണ്ടോ, കിളികൾ പറന്ന് പോകുന്ന ഷോട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് വെയിലൊക്കെ അടിക്കണം, അതിന് വേണ്ടി ഇട്ടതാണ്. അതും DeFiയിൽ തന്നെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ലൈറ്റ്, സ്ട്രിങ് ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് DeFiയിലുള്ളതാണ്. ഡെക്കറേറ്റീവ് സ്ട്രിങ് ലൈറ്റ്സ് കൊണ്ടുവന്ന് നിരത്തിയിട്ടു. പിന്നെ കണ്ടോ കുറേ മരങ്ങളവിടെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. അതായത് ചെറിയ ബ്ലോസം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കിട്ടിയത് വേറെ ഏതൊരു സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ സ്കാറ്റർ ചെയ്തുകൊണ്ടിട്ടുണ്ടോ, ബ്രഷ് ഹിസ്റ്ററി എന്ന് കാണിക്കാനുണ്ടോ. അതായത് നമ്മൾ അസറ്റ്സിൽ നേച്ചറിൽ പോയി കഴിഞ്ഞ് ഏതെങ്കിലും ട്രീ ഒക്കെ ഇങ്ങനെ ഇവിടെ താഴെ ഈ ബ്രഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ട്രീസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബ്രഷിൽ വരും കണ്ടോ, ഈ പച്ച കളറുണ്ടോ, ഇതാണ് ബ്രഷ്. റേഡിയസ് കൂട്ടി കൊടുത്താൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ബ്രഷ് ചെയ്ത്, അതായത് ഓരോ ട്രീനെ വയ്ക്കാം. DeFi അപ്ഡേറ്റ് കുറച്ച് മരങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയത്. കണ്ടപ്പോൾ ഈ ഒരു ട്രീ ഒക്കെ ആയിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയമെടുക്കും വരാനായിട്ട്. കണ്ട വന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നിയ സ്ഥലത്ത് അത് ചെയ്യാം. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്, എനിക്ക് വേണ്ട, ഡിലീറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ കുറേ ചൈനീസ് വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചൈനീസ് വീടുകളെല്ലാം അങ്ങനെ എടുത്തിരിക്കുന്നതാണ്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഗോഡ +1 പറഞ്ഞിട്ടൊരു SKP ഫയൽ, സ്കെച്ചപ്പ് ഫയലാണത് ബേസിക്കലി. പിന്നെ ഇതിനിവിടെ വലിയ ഒരു ചൈനീസ് വീട്. പിന്നെ നമുക്ക്
ആർച്ച് ഉണ്ട്. ഇത് ആർച്ച് എന്ന് പറഞ്ഞാൽ ചൈനീസ് ആർച്ച് എന്ന് പറഞ്ഞൊരു ഫയലാണ്. അതെല്ലാം ഫ്രീ ആട്ടോ. ഞാനെല്ലാം ഫ്രീ മറ്റേ സ്കെച്ചപ്പ് CG ടിപ്സ് പറഞ്ഞ സൈറ്റിൽ നിന്നും പിന്നെ കുറേ 3D മോഡൽ കിട്ടുന്ന സൈറ്റുകൾ വെറുതെ ചുമ്മാ സെർച്ച് ചെയ്ത് അങ്ങനെ എടുത്തേക്കലാണ്. എനിക്ക് ഏതൊക്കെയാണെന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. പിന്നെ ഇത് D5 തന്നെയുള്ളൊരു സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷനാണ്. അതിൽ ഞാൻ നേരെ കൊണ്ടുവന്ന് വെച്ചു. മരങ്ങളുണ്ട് കണ്ടത്. ഇവിടെ കുറേ കല്ല്. ഇത് ശരിക്കും ഫോറസ്റ്റ് റോക്ക്. ഫോറസ്റ്റ് റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചുമ്മാ റോക്ക് സെർച്ച് ചെയ്ത കൂടിപ്പോയി. റോക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ ഇത് വരും. കണ്ട കല്ലുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞു കല്ലുകളാണ്. ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, 50,000, 40,000, 55,000. ഞാൻ സൈസ് കൂട്ടി വലുതാക്കി ഇങ്ങനെ ഇട്ടേക്കണതാണ്. ശരിക്കും ചെറിയ ചെറിയ കല്ലുകളാണത്. അതൊക്കെ ഞാൻ എടുത്തിട്ട് സൈസ് വളരെ പുതിയ കൂട്ടി. പിന്നെ ഇവിടെ ഒരു സ്തൂപം പോലത്തെ ഒരു സാധനം നിൽപ്പുണ്ട്. ഇത് ശരിക്കും 2 കല്ല് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടാ, ഇതൊരു കല്ല്, ഇത് വേറൊരു കല്ല്. ഈ 2 കല്ലിനെ ഞാൻ എൻ്റെ ഒരു ഷേപ്പ് വേണ്ട രീതിയിൽ ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത്. ഈ ടവർ ഇരിക്കുന്നത് ഇത് കണ്ട ടോറേ ചൈന എന്ന് പറഞ്ഞ സ്കെച്ച് ഫയൽ. കുഞ്ഞു കുഞ്ഞു വീടുകളെല്ലാം ഇതെല്ലാം സ്കെച്ച് ഫയലാണ്. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ കോപ്പി ചെയ്ത് കണ്ട കുറേ ഉണ്ട്. ഈ ചൈനയുടെ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ കുറേ വീട് ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ട ഈ പരിസരം മൊത്തം ആ വീടാണ്. പിന്നെ ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഇതും ഒരു സ്കെച്ച് ഫയലാണ്. ഉണ്ടായത് ഒരൊറ്റ ഫയലാത്. ഇതും കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഇവിടെ ഇതിനെ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ എന്തോലെ ലാൻഡ്സ്കേപ്പ് റിലീഫ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇതിനടിയിൽ വെച്ചൊരു ബേസ്മെൻറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി. ശരിക്കും ഇതൊരു പെയിൻറ്റിംഗ് ആണ്. അടിയിൽ നോക്കിയാൽ അതിനെ വലുതാക്കി വലിച്ചിട്ടേക്കണതാണ്. പിന്നെ ഈ കാണുന്ന ഈ ഫെൻസുകളെല്ലാം റെയിലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ ഇതിനകത്ത് D5 മോഡലാണ്. അതുകൊണ്ടുവന്ന് ഇട്ടു. പിന്നെ ഈ കാണുന്ന ഈ മരം, അതായത് നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വളഞ്ഞ മരം, അത് ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് പാടുപെട്ടു. എന്താണെന്ന് വെച്ചാൽ കുറേ കുഞ്ഞു മരങ്ങളാണത്. കണ്ടോ, ഈ ഒരു മരം കണ്ടോ, വളഞ്ഞിരിക്കുന്ന ഒരു പീസ് D5 ഉണ്ടായിരുന്ന മോഡലാണ്. അതിനടുത്ത് അതിനകത്തേക്ക് വെച്ചു. സൈസൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേറ്റൊക്കെ ചെയ്ത് വെച്ചു. സ്റ്റക്കായി. വലിയ ഫയലത്. അതിൻ്റെ പ്രശ്നം സേവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലാഗ് വരും. വലിയ ഫയലൊക്കെ ചെറിയ ഫയലാണെങ്കിൽ പെട്ടെന്ന് സേവ് ആകും. വലിയ ഫയലായതുകൊണ്ട് സേവ് ചെയ്യാൻ സമയം എടുക്കണം. പിന്നെ അത് ഈ ഒരു വലിയ പീസ് മരം കണ്ടോ, ഡെഡ് ട്രീ സ്റ്റമ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ D5 ഫയൽസാണ്. ഞാൻ അതെല്ലാം കൊണ്ടൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ. വലിയൊരു ഫയലാണ്. ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് ഇങ്ങനൊരു മരം, ഇത് വേറെ മരം, എല്ലാം ഡെഡ് ട്രീ സ്റ്റമ്പുകൾ ആണ് മൊത്തം. എല്ലാം ഡെഡ് ട്രീ സ്റ്റംപ്സാണ്. പിന്നെ ഈ കാണുന്ന മരം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മരം അതിനകത്തേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് പച്ചപ്പുള്ള. ഇവിടെ വെച്ചു. ബേസിക്കലി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു പടം, അതായത് ഈ ഒരു ഷോട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. എനിക്ക് ഈ ഷോട്ടിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം അതിനനുസരിച്ച് മോഡൽ സൈസൊക്കെ ചെയ്ത് വെക്കുക. കറക്റ്റ് ഈ ഷോട്ടിൽ കാണുന്നതിനുള്ള മാത്രം വെക്കുക. എല്ലാം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഷോട്ട് എടുക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ കിട്ടിയൊരു സാധനമാണ് ഇവിടെ ഈ കാണുന്നത്. കുറേ ഫയർ വർക്ക്സൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ പൊട്ടാൻ വേണ്ട. ഇതൊക്കെ D5 നമ്മളിവിടെ അസറ്റ്സിൽ പാർട്ടിക്കിളിലാണെന്ന് തോന്നുന്നു. കണ്ട ഫയർ വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കുറേ വെടിക്കെട്ടുകളുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നെടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ. എന്നിട്ട് അങ്ങനെ ഞാനൊരു ഷോട്ട് റെൻഡർ ചെയ്തങ്ങ് എടുത്തു. കാണുന്ന അതായത് ബേസിക്കലി ഈ ഒരു സീൻ എനിക്ക് വേണ്ട സെറ്റപ്പ് ഞാൻ ഫുള്ളെല്ലാ സാധനം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെച്ചു. അപ്പം എൻ്റെ ഇമാജിനേഷനാണ് ഇതിലാകെ ഒരു ലിമിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇമാജിനേഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഈ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഈ ഒരു സാധനം, അതായത് ഈ ഷെയ് ലോഗ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കിയതാണ് ഇതൊരു ഡിജിറ്റൽ ആർട്ട്. ഈ ഒരു ആർട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ അതിനെ 3D ആയിട്ട് മോഡൽ ചെയ്തു. എന്നിട്ട് ഞാൻ അതിൽ റെൻഡർ ചെയ്തു എടുത്തു. കേട്ടോ, ഇതാണ് ആ ഷോട്ട്. ഇതിൽ ഞാൻ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ AI എൻഹാൻസർ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഈ AI എൻഹാൻസറിലൊന്നിട്ടിട്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു. ഇപ്പോൾ കാണിക്കത്തില്ല, ഞാൻ സ്റ്റുഡിയോ സ്പേസ് ക്ലിയർ ചെയ്തു. എൻഹാൻസറിലിട്ട് കണ്ട നിങ്ങളിപ്പോൾ ഇവിടെ നോക്കി ഇവിടെ പച്ചപ്പൊന്നും കാണുന്നില്ല. ശരിക്കും കല്ലിലും ചെറിയൊരു പച്ചപ്പുണ്ടായിരുന്നു. എൻഹാൻസർ അത് മനസ്സിലായി. എൻഹാൻസർ അതൊക്കെ എൻഹാൻസ് ചെയ്ത് കണ്ട അവിടെയൊക്കെ കാട് പോലെയൊക്കെ ആക്കി തന്നു. അതായത് ബേസിക്കലി ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി തരും എൻഹാൻസർ ഇട്ട് കഴിഞ്ഞാൽ. നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ആര് പായൽ പിടിച്ച സാധനങ്ങളൊക്കെ ഇട്ട് തന്നു. അപ്പം അങ്ങനെ മൊത്തത്തിലൊന്ന് കളറാക്കി തന്നതാണ്. അത് നമ്മുടെ D5 തന്നെയുള്ള ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സാധനമാണ് ബേസിക്കലി. ഇത്രയും സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു, റെൻഡർ ചെയ്തു.
ഈ എൻഹാൻസറിൽ ഇട്ടപ്പോൾ എൻഹാൻസറിൽ ടച്ചപ്പ് എനിക്ക് ചെയ്ത് തന്നു. എൻഹാൻസ് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വൺ പീസിൻ്റെ വാനോ എന്ന് പറയുന്ന കൺട്രിയുടെ ഒരു ഷോട്ട്, കൺട്രി ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഷോട്ട് അത് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. ഇത് കുറച്ച് ഡിജിറ്റൽ ആർട്ടായിരുന്നു. ഞാനൊന്ന് റിയലിസ്റ്റിക് ആക്കാൻ നോക്കി, റിയലിസ്റ്റിക് ഒന്നും ആയില്ല. ഒരുവിധം അടുത്ത് വന്നെന്ന് ഒന്നുപോലും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു രീതിയിൽ ഞാൻ അതിനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു. ഒട്ടും പെർഫെക്റ്റ് അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ബേസിക്കലി ഒരു സാധനം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അത് ഇവിടം വരെ എത്തി ഞാൻ നിൽക്കുന്നു. ഇതിനെ ഇനി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പം D5ൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചുമ്മാ റെൻഡറിങ് സോഫ്റ്റ്വെയർ മാത്രമായിട്ട് കാണരുത്. ഇപ്പോൾ V-Ray പോലെ നമുക്കിതിൽ ഇൻബിൽഡായിട്ട് ഒരു ലോഡ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരുപാട് ടൂൾസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമാജിനേഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം, ഒരു ഇമേജ് എല്ലാം കണ്ടു, ഒരു കാർട്ടൂണായിട്ടുള്ളൊരു സാധനം എന്തെങ്കിലും കണ്ടു, നിങ്ങൾക്കത് ഒന്ന് റിയലിസ്റ്റിക് ആക്കി ചെയ്യാൻ പറ്റുമെന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൊണ്ടുവരിക, നിങ്ങൾ തപ്പുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽ, നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽ എന്തൊക്കെയുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ടവർ പോലത്തെ സാധനം നിൽക്കാനുണ്ടോ? നമ്മളിലുള്ളത് സാധനം എന്താ, വേറൊരു ഡിസൈനാണ്, പക്ഷേ അതൊരു ചൈനീസ് ടവർ തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഈ ഒരു കല്ലിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടോ, ഇവിടെ അങ്ങനെ ഒരു സാധനം നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അതിൻ്റെ ഒരു സാദൃശ്യമുള്ളൊരു രീതിയിൽ അതിനെ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. പക്കാ പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ചെറിയൊരു ഈ ഒരു മരം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ കുറച്ച് പണിയെടുത്ത് ഉണ്ടാക്കിയതിൽ. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിരുന്നു, കൊണ്ട് വയ്ക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായുള്ളൂ. ഞാൻ അതിൻ്റെ വേറെ ഷോട്ടുകളൊക്കെ ഞാൻ എടുത്തു, ഇതിനകത്തൊക്കെ പോയി ഇങ്ങനെയൊക്കെ എടുത്തു, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതാണ് കണ്ടത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്നറിയില്ല, കണ്ടോ ഈ ഒരു സീൻ കണ്ടോ, ഞാൻ വർക്ക് ചെയ്യാനിടയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ ഫുൾ മോഡൽ വെച്ചുകൊണ്ട് അറിയത്തില്ല. പക്ഷേ ഈ സീനിൽ കാണുന്ന ആ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒന്നും വെക്കാത്തൊരു ഇമേജാണ്. അത് ഇവിടെ നിന്നാണ് നമ്മൾ ഈ കോലത്തിലേക്ക് എത്തിയത്. ഇങ്ങനെ പണിത് വന്ന് അങ്ങനെ എത്തിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇമാജിനേഷനാണ് നിങ്ങളുടെ ലിമിറ്റ് എന്ന് ഓർക്കുക. അപ്പോൾ ചെറിയൊരു വൺ പീസിൻ്റെ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മുടെ D5ൻ്റെ ബേസിക്സ് വീഡിയോകളെല്ലാം നമ്മൾ ഒരുവിധം തീർത്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ കുഞ്ഞ് പ്രൊജക്ട്സൊക്കെ ചെയ്യാം. പിന്നെ എന്നോട് സ്കെച്ചപ്പ് യൂസ് ചെയ്യുന്ന കുറച്ച് പേര് ഇങ്ങനെ സ്കെച്ചപ്പിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചനയിലുണ്ട്, സ്കെച്ചപ്പ് യൂസ് ചെയ്യുന്ന അതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. എനിക്കും അത്ര അറിയാവുന്നൊരു സോഫ്റ്റ്വെയറിൽ സ്കെച്ചപ്പ് എനിക്കും പഠിക്കണമെന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ ഒരുപാട് പ്ലഗിൻസൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് സ്കെച്ചപ്പിൽ കാര്യങ്ങൾ എളുപ്പമാക്കാനായിട്ട്. ഫ്രീ ആയിട്ടുള്ള പ്ലഗിനൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.